ഇതിവിടുത്തെ മാർക്കറ്റിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇതിനോട് ചാരിയിട്ടുള്ള ആ തടാകം അത് വിൻ്ററിലൊക്കെ തണുത്തുറഞ്ഞ് മൊത്തം ഐസായി മാറും. അവിടെ ഒരു വലിയൊരു ഏരിയ എന്ന് പറഞ്ഞാൽ വലിയ ആ കാറുകൾ പാർക്ക് ചെയ്യുന്ന മുതൽ ഇതുവരെയുള്ള ഏരിയ മൊത്തം മാർക്കറ്റാണ്. ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ കിട്ടും. ഇഷ്ടികയും വൈക്കോലും മുതൽ നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങൾ, ചെറിയത് മുതൽ വലിയത് വരെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു മാർക്കറ്റാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റ്. ഇതിപ്പോൾ ഇവിടെ ആടുകളിലൊക്കെ ഇവിടുന്ന് ഇറക്കുകയാണ്. ഇതിപ്പോൾ ബുധനാഴ്ചയാണ് പൊതുവെ ആട്, മാട് അങ്ങനത്തെ കോഴിയൊക്കെ ഉണ്ടാവൽ. നമ്മുടെ ഈ ചേളാരി ചന്തയൊക്കെ പോലെ ഒരു ഒഴിഞ്ഞ പ്രദേശമാണ്. ഇതൊരു വലിയ പറമ്പ് പോലെ കിടക്കുന്ന സ്ഥലമാണ്. അത് ഈ മാർക്കറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു പറമ്പ് മുഴുവൻ ജീവികൾ പിന്നെ ഇതായിരിക്കും, ആടും മാടും പിന്നെ കോഴികളൊക്കെ ആയിട്ട്. ബുധനാഴ്ചകളിൽ മാത്രമാണ് ഇത്. ബുധനാഴ്ച അല്ല ഷൂട്ട് ചെയ്തത്, അതുകൊണ്ട് കാണൂല. എങ്കിലും കുറച്ചുണ്ട്. അതുപോലെ ചെമ്മരിയാടൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് സാധാ ആടുകൾ ഇല്ല. കാരണം ഒന്നാമത് ഈ സീസണിൻ്റെ ആയിരിക്കും ചിലപ്പം. അപ്പം നമ്മളിനി ഇതിൻ്റെ മാർക്കറ്റ് മുൻവശം കാണാൻ പോവുകയാണ്. ഇതാണ് മാർക്കറ്റിൻ്റെ മുൻവശം. അവിടെ വലിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഡക്കൻ ബസാർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഡക്കൻ ബസാർ. ഡക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാർമർ എന്നാണ്. ഫാർമർ മാർക്കറ്റാണ്, ഫാർമേഴ്സിൻ്റെ മാർക്കറ്റ്. അവിടെ ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഈ മാർക്കറ്റ് ഉള്ളത് ഭഗത് സിറ്റിയിൽ, ഭഗത് സെൻറ്ററിൻ്റെ തൊട്ടടുത്താണ് ഈ മാർക്കറ്റ് നിലകൊള്ളുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാത്ത സ്ഥലമായതുകൊണ്ട് വലിയ പറയേണ്ട കാര്യമില്ല. കൂടുതലും ഇവിടെ ജോലി ചെയ്യുന്നത് ലേഡീസാണ്. ലേഡീസ് ജോലി ചെയ്യാത്ത സ്ഥലങ്ങൾ കാണുന്നത് ഇറച്ചിയുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ലാത്തവർക്കൊക്കെ എല്ലാ സ്റ്റോറുകളിലും ലേഡീസാണ് നിൽക്കുന്നത്. ഡ്രസ്സുണ്ട്, പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ ഇറച്ചി, ഇങ്ങനെ ബ്രെഡ്, നോന്, ഇങ്ങനെ എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ, തേന്. പിന്നെ അവിടെ തന്നെ ചെറിയ റെസ്റ്റോറൻറ്റ് പോലത്തെ പിന്നെ തട്ടുകട പോലത്തെ സാധനങ്ങളൊക്കെ അവിടെ അതും അവൈലബിൾ ആണ്. ഇതാണ് അതിൻ്റെ കവാടം. ആ കവാടത്തിൽ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഹുഷ് ഖലീബ്സീസ് എന്ന് പറഞ്ഞാൽ വെൽക്കം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നമ്മുടെ തണുപ്പ് കാലത്തല്ല, ഇത് കഴിഞ്ഞ സ്പ്രിങ്ങിലെടുത്ത വീഡിയോ ആണ്. ഞാനത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ സ്പ്രിങ്ങിലാവുമ്പോൾ ഇവരുടെ ഡ്രസ് കോഡിംഗ് ഒക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഒക്കെ ഉണ്ടില്ലേ, ഇത് സ്പ്രിങ്ങിൽ ഓരോ സീസണിലും ഒരു ഡ്രസ് കോഡിങ് ചേഞ്ച് ക്യാരക്ടർ നമുക്കാവുമ്പോൾ എല്ലാത്തിനും ഒന്ന് മതിയല്ലോ. ഇതിപ്പോൾ വലിയ കണ്ടെയ്നറുകളിലൊക്കെ ആയിട്ട് വരുന്ന ഫ്രൂട്ട്സുകൾ, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടാവും.